പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജനുവരി മാസം 31 തീയതി വെള്ളിയാഴ്ച. ജനുവരി മാസത്തിൻ്റെ അവസാന ദിവസം. ഒരു മാസം നമ്മിൽ നിന്നും കടന്നു പോവുകയാണ്. ഈ ഒരു മാസത്തിൽ നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഈശോയ്ക്ക് നന്ദി പറയാം. ഇന്നത്തെ ഈ പുതിയ ദിവസത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ വ്യാപരിക്കാൻ, ദൈവിക വചനങ്ങൾക്കനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപ ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായി സുവിശേഷം 23 അധ്യായം 35 തിരുവചനം ഇന്ന് ധ്യാനിക്കാം. അങ്ങനെ നിരപരാധനായ ആബേലിൻ്റെ രക്തം മുതൽ ദൈവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ വെച്ച് നിങ്ങൾ വധിച്ച ബറാക്കിയുടെ പുത്രനായ സക്കറിയായുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും രക്തം നിങ്ങളുടെ മേൽ പതിക്കും. തമ്പുരാൻ്റെ പകരക്കാരായി അയക്കപ്പെട്ട പ്രവാചകന്മാരോടും നീതിമാന്മാരോടും യഹൂദജനം ചെയ്ത ദ്രോഹങ്ങളെ പ്രതി അവർക്ക് സംഭവിക്കാനിരിക്കുന്ന അപകടങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് വചനത്തിലൂടെ ഈശോ. ദൈവീകമായ കാര്യങ്ങളോടും കർത്താവ് തിരഞ്ഞെടുത്ത അഭിഷിക്തരോടും സന്യസ്തരോടും കാണിക്കുന്ന അനാദരവ് നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിക്കും. സാധാരണ മനുഷ്യരിൽ നിന്നുമാണ് ഈശോ അവരെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കൊരുപാട് കുറവുകളുണ്ടാകും. പക്ഷേ പരസ്യമായി അവരെ അപമാനിക്കുമ്പോൾ, വെല്ലുവിളിക്കുമ്പോൾ കർത്താവിനെ തന്നെയല്ലേ അപമാനിക്കുന്നതും വെല്ലുവിളിക്കുന്നതും. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതം കൊണ്ട് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് പശ്ചാത്തപിക്കാം. ദൈവികമായ കാര്യങ്ങളെയും ദൈവികമായ വ്യക്തികളെയും പരസ്യമായി അപമാനിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.